ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എടക്കളമ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാടക്കത്തറ തേരമ്പം ഭാഗത്തുള്ള കുണ്ടിലാൻ അഗ്രി ഫാമിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ഈ ഒരു ഫാം എന്ന് പറയുന്നത് മാടക്കത്തറ തേരമ്പം 440 പവർ ഗ്രിഡിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്കുള്ള റൂട്ട് നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മണ്ണുത്തി സെൻറ്ററില്ലേ, ആ സെൻറ്ററിൽ നിന്നും പള്ളിയുടെ സൈഡിലൂടെയുള്ള റോഡ്, ആ റോഡ് നേരെ മാടക്കത്തറ സ്കൂളിൻ്റെ അവിടേക്കാണ് വരുന്നത്. അതിലൂടെ വരിക, എന്നിട്ട് അവിടെ നിന്ന് പഴയ 440 kV സബ്സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലം കിട്ടും. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. നിറയെ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഒരു വലിയൊരു ഫാമാണിത്. ഇതൊരു 3-4 പ്ലോട്ടിലൊക്കെ ആയിട്ടാണ് ഇവിടെ ചെടികളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു പ്ലോട്ടിലെ കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ തന്നെ പുതിയൊരു പ്ലോട്ട് കൂടി ഇവർ തുടങ്ങിയിട്ടുണ്ട്. അതിലെ കാഴ്ചകളൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിലൊക്കെ കാണാം. അലോക്കേഷ്യയുടെ ചെറിയ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്, അതിൻ്റെ മിനിയേച്ചർ മോഡലുള്ള പ്ലാന്റ്സ്. അതുകൂടാതെ തന്നെ അതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നിറയെ സെക്കുലൻസിൻ്റെയും കാക്ടസിൻ്റെയും കളക്ഷൻ ഉണ്ട്. പലതരത്തിലുള്ള സെക്കുലൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സെൻസവേരിയയുടെ സിലിണ്ടർ മോഡലിൻ്റെ ഒക്കെ, അതിൻ്റെ ഒക്കെ ചെറിയ മിനിയേച്ചർ മോഡലും ഉണ്ട്, വലുതും ഉണ്ട്. നമുക്കിവിടെ അതൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ കാണുന്നത് ക്രിപ്റ്റാന്തസ് ആണ്. അതിൻ്റെ ഒരുപാട് കളക്ഷൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ജേഡ്, പിന്നെ ബാക്കിയുള്ള എല്ലാ സെക്കുലൻസും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നന്നായി സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം നല്ല രീതിയിൽ ഏതാണ് നല്ലതെന്നൊക്കെ നോക്കി നമുക്ക് നന്നായി സെലക്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. മിനിയേച്ചർ അലോവേരയുടെ മോഡലുള്ള സെക്കുലൻസും അതുപോലെ തന്നെ സീബ്ര വെറൈറ്റീസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ കാക്ടസ് ഒക്കെ ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറുള്ള കാക്ടസുകളും ഇവിടെ കുറേ ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് മൂവ്മെൻ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഈ കാക്ടസ് സെക്കുലൻസ് ഒക്കെ. ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാരണം പല മോഡലുള്ള കാക്ടസ് സെക്കുലൻസ് ഒക്കെ നമുക്കിപ്പോൾ എല്ലാ കടകളിലും കാണാനായിട്ട് പറ്റുന്നുണ്ട്. മിനിയേച്ചർ സെൻസോവേരിയാസ് ആണ് നമ്മളിപ്പോൾ കാണുന്നതൊക്കെ. അതിൽ തന്നെ പലതരത്തിലുള്ളതുണ്ട്. കുറച്ചുകൂടെ ഇലകളുടെ കുറച്ചുകൂടെ കേർവിങ് ആയിട്ടുള്ള സെൻസോവേരിയകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവരൊരു ഈ പ്ലോട്ടിൽ നിറയെ ഹാങ്ങിങ് പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ഫേണുകൾ, അതുപോലെ തന്നെ മണി പ്ലാന്റുകൾ, എൻജോയ് പോത്തോസ് ഒക്കെ അങ്ങനെ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ഇങ്ങനെ നല്ല ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണ കാണാനായിട്ട്. ഫോക്സ് ടെയിൽ ഫേണിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത് എൻജോയ് പോത്തോസ്, മണി പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്കിവിടെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ഈ മണി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഓരോ സെക്ഷൻ വൈസ് ഇങ്ങനെ കൂട്ടം ഇരിക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഹാങ് ചെയ്ത് കിടക്കുന്നതായാലും ആ ചട്ടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കിടക്കണ കാണുമ്പോൾ തന്നെ അടിപൊളി ലുക്കായിട്ടുണ്ട്.
പിന്നെ ഈ ഷോപ്പിലുള്ള വേറൊരു പ്രത്യേക ഐറ്റമാണ് നമ്മുടെ ഈ എയർ പ്ലാന്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ മിക്ക ഷോപ്പിലും ഇത് കാണാറില്ല. വളരെ അപൂർവം മാത്രമായിട്ട് നമുക്ക് ഈ എയർ പ്ലാന്റ്സുകൾ കിട്ടാറുള്ളൂ. അപ്പോൾ ഈ ഷോപ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എയർ പ്ലാന്റ്സ് ഒക്കെ. അപ്പോൾ എയർ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവരൊക്കെ വേഗം ഇങ്ങോട്ട് പോരും. ഇവിടെ ഇഷ്ടം പോലെ എയർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള കലാത്തിയയുടെ അഗ്ലോണിമയുടെ കളക്ഷൻ, അതിനെക്കുറിച്ച് എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത്ര അധികം കലാത്തിയകളും അഗ്ലോണിമകളും ഉണ്ട്. വളരെ ചെറിയ പ്ലാന്റ്സ് തുടങ്ങി നല്ല വലുതായി നിൽക്കുന്ന പ്ലാന്റ്സ് വരെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മളുടെ ആവശ്യാനുസരണമുള്ള പ്ലാന്റ്സ് നമുക്ക് നോക്കിയെടുത്ത് വാങ്ങാൻ പറ്റും. എല്ലാ മോഡലുള്ള കലാത്തിയകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ മുളപ്പ് വരുന്ന തരത്തിലുള്ള കലാത്തികളാണ്. അപ്പം നമ്മൾ ഒരു ചട്ടിയിലുള്ളത് വാങ്ങിച്ചു കൊണ്ടുപോയി വീട്ടിൽ വെക്കണമെങ്കിൽ തന്നെ അതിന് സൈഡിൽ നിന്ന് വേഗം വേഗം തന്നെ മുളപ്പുകളൊക്കെ പൊട്ടി വരും. അപ്പം നമുക്ക് മാറ്റി മാറ്റി നിറയെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലോട്ടിൽ വളരെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. ആ ഉള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ജെറേനിയത്തിൻ്റെ പല കളറിലുള്ള ജെറേനിയത്തിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജമന്തി തുടങ്ങിയ പല ഫ്ലവറിങ് പ്ലാന്റ്സ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ CC പ്ലാന്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ CC പ്ലാന്റിൻ്റെ നോർമൽ CC പ്ലാന്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇലയുടെ സൈഡിൽ ഇത്തിരിയും കൂടി വളഞ്ഞിട്ടുള്ള ഒരു കേവിങ് ഉള്ള തരത്തിലുള്ള CC പ്ലാന്റും ഇല്ലേ, അതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബ്ലാക്ക് CC പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ എല്ലാ തരത്തിലുള്ള CC പ്ലാന്റ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫിലോഡെൻഡ്രോണിൻ്റെ ശീലമുള്ള തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളതൊക്കെ. എല്ലാ നേഴ്സറിലും നമുക്ക് ഇത്ര ഹെൽത്തി പ്ലാന്റ്സ് കിട്ടിയെന്ന് വരില്ല. നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് ഇവിടെ ഉള്ളതൊക്കെ. ജമന്തിയുടെ ചെടിയുടെ കളക്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ മെയിനായിട്ട് വെള്ളയാണ് കളർ വരുന്നത്, കുറച്ച് യെല്ലോ ജമന്തികളും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അഗ്ലോണിമ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു വലിയ കളക്ഷനാണ്. എന്തോറാന്ന് നോക്കിയേ, ഇത് ഫുള്ളും അഗ്ലോണിമയുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഫ്രൂട്ട് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ്, സീസണൽ പ്ലാന്റ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെയും ചെറിയ ഫോം തൊട്ട് അതിൻ്റെ എല്ലാ സ്റ്റേജസിലുള്ള പ്ലാന്റ്സ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർമലി വളരെ റേറ്റ് കുറവാണ് നമുക്ക് ഇവിടെ നിന്ന് പ്ലാന്റ്സ് ഒക്കെ കിട്ടുന്നത്. വൈറ്റ് സ്റ്റെംസ് വരുന്ന അഗ്ലോണിമാസ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ അധികം നമുക്ക് എവിടെയും കിട്ടാത്തൊരു സംഭവമാണ്. അതിവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബേർഡ് നെസ്റ്റ് ഫാണൊക്കെ ദേ ഇവിടെ കണ്ടില്ലേ, ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ മണ്ണുത്തി തേരമ്പം ഭാഗത്തുള്ള കുണ്ടിലാൻ അഗ്രി ഫാമിലെ കാഴ്ചകളാണ്. അപ്പോൾ ഈ ഒരു ഫാമിലേക്ക് വരാനായിട്ടുള്ള റൂട്ട് ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. അതായത് നമ്മുടെ മണ്ണുത്തി സെൻട്രലിൽ നിന്നും പള്ളിയുടെ സൈഡിലുള്ള ഒരു റോഡ് ഉണ്ട്. അതിലൂടെ നേരെ മാടക്കത്തറ സ്കൂളിൻ്റെ അവിടേക്ക് വരാം. അവിടെ നിന്ന് പഴയ 440 kV സബ്സ്റ്റേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ കുണ്ടിലാൻ അഗ്രി ഫാം സ്ഥിതി ചെയ്യുന്നത്.
അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 3-4 പ്ലോട്ടുകളിലായിട്ടാണ് ഇവരുടെ ചെടികളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരേ ഒരു പ്ലോട്ടിലെ കാഴ്ചകൾ മാത്രമാണ് നമ്മളവിടെ ഇപ്പം കാണിച്ചിരിക്കുന്നത്. ബാക്കി പ്ലോട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് ചെടികൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ റേറ്റ് കുറവിനാണ് ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്ലാന്റ്സിൻ്റെയും റേറ്റ് നമുക്ക് എടുത്തെടുത്ത് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ തൃശ്ശൂർ മണ്ണുത്തി ഭാഗത്തേക്ക് വരണമെങ്കിൽ എന്തായാലും ഈ ഒരു നഴ്സറി മിസ് ചെയ്യരുത്. ഈ നഴ്സറിയുടെ പേര് കുണ്ടിലാൻ അഗ്രി ഫാം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ വരാനുള്ള റൂട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി നോക്കിയിട്ട് ഈ നഴ്സറി എന്തായാലും വിസിറ്റ് ചെയ്യുക. നല്ല റേറ്റ് കുറവിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പല പ്ലാന്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.